ഷാലൂസ് മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്, കാരണം ഒത്തിരി നല്ല അടിപൊളി പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. നല്ല 4 കോംബോകളും നമ്മളിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കോംബോ കാണാം, അതിനുശേഷം നന്നായിട്ട് ഇൻഡോറൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റുകളും അഡീനിയം പ്ലാന്റ്സ് 160യുടെ പ്ലാന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് കാക്ടസ് കോംബോ ആണ്. ഒത്തിരി പേര് കാത്തിരിക്കുന്നതാണ് കാക്ടസ് പ്ലാന്റുകൾ. ഇതാണ് ആദ്യത്തെ വെറൈറ്റി. ഈ കോംബോയിൽ 3 പ്ലാന്റുകളാണ് ഉള്ളത് കേട്ടോ. ആദ്യത്തെ വെറൈറ്റി ഇതാണ്, ഈ കാക്ടസ് ആണ്. ഇതിൽ ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം ചെറിയ ചെറിയ പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് ഇതിപ്പോൾ ചെറിയ ചെറിയ മുട്ടുകളായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നല്ല വെയിറ്റാണ് പ്ലാന്റിന്. ഇങ്ങനെ കേട്ടോ. ഈ ഇതാണ് ആദ്യത്തെ. രണ്ടാമത്തെ വെറൈറ്റി നമ്മൾ ബ്രെയിൻ കാക്ടസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു വെറൈറ്റി. ഇതിങ്ങനെ. മൂന്നാമത്തെ വെറൈറ്റി ഇതാണ്. ഇത് നമ്മളുടെ ഒരു എന്താ പറയുക, ഹവോത്തിയനോടൊക്കെ സാമ്യമുള്ള ഇത്. അല്ല, ഹവോത്തി തന്നെയാണ് കേട്ടോ. ഹവോത്തി വെറൈറ്റിയാണിത്, കാക്ടസ് അല്ല. ഇങ്ങനെ. ഇത് 3. ഇതിന് മിക്കതിനും തന്നെ ബേബി പ്ലാന്റുകളൊക്കെ കൂടി വരുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ. ഇങ്ങനെ. ഇത് 3ആണ് ഈ ആദ്യത്തെ കോംബോയിലെ കാക്ടസ് കോംബോ എന്ന് പറഞ്ഞാലും അതിൽ പറഞ്ഞ ഹവോത്തിയാണ്. അപ്പോൾ ഈ 3 പ്ലാന്റ്, ഇത് 3നും കൂടെ 350 ആണ് ഇത് വരുന്നത്. നമ്മൾ പോട്ട് സഹിതമാണ് അയക്കുന്നത് കേട്ടോ. 350 പ്ലസ് കൊറിയർ വരുന്നത് കേട്ടോ. ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനാണ് ഉള്ളതാണ്. ഇങ്ങനെ ഈ 3 പ്ലാന്റ് 350, 350 പ്ലസ് കൊറിയർ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളൊരു വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ. ഈ പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഈ പ്ലാന്റുകളെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കോംബോ ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാന്റുകളും നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കാറ്റലോഗിൽ നോക്കുക, കാർട്ട് ആഡ് ചെയ്യുക, ഓർഡർ ചെയ്യുക കേട്ടോ. പിന്നെ അതുകൂടാതെ കോംബോ വേണമെങ്കിൽ കോംബോയും കൂടെ ഇന്ന കോംബോ എന്നും കൂടെ പറഞ്ഞാൽ മതി കേട്ടോ. ആദ്യത്തെ കാക്ടസ് കോംബോയാണ്. രണ്ടാമത്തെ നമ്മുടെ ഫൈക്കസ്, ഹാങ്ങിങ് ഫൈക്കസിൻ്റെ കോംബോയാണ്. നമ്മളിത് മിക്കവാറും ചെയ്യാറുള്ള ഒരു കോംബോ തന്നെയാണ്. ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഫൈക്കസ് പ്യൂമില എന്ന് പറയുന്ന പ്ലാന്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാ. സ്വരം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ് ആണ്. ഫൈക്കസ് പ്യൂമില എന്നാണ് പേര്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അത് ഹാങ്ങിങ് വെറൈറ്റി തന്നെയാണ്. ഇത് ഫൈക്കസ് റേഡിക്കൻസ് എന്ന് പറയും. 2 വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഇത് നമുക്ക് വലിയ പോട്ടിലൊക്കെ ആക്കിയിട്ട് ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഹാങ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. ഇത് വേരിഗേറ്റഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട പ്ലാന്റും കൂടെയാണ് കേട്ടോ. ഒട്ടും സൺലൈറ്റ് ഇല്ലാത്ത ഇതാവുമ്പോഴത്തേക്കും ആ വൈറ്റ് ആ വേരിഗേഷനൊക്കെ വേറൊരു കളറിലേക്ക് മാറും കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ് ആണ്. 2 പ്ലാന്റിനും കൂടെ 400 പ്ലസ് കൊറിയർ ആണ്, 400 പ്ലസ് കൊറിയർ കേട്ടോ. അപ്പോൾ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇങ്ങനെ ആദ്യത്തെ കാണിച്ചതിൽ പോട്ടുകൾ ഉണ്ടായിരിക്കും, രണ്ടാമത്തെ കുഞ്ഞ് കാണിക്കുന്നതിന് പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. വലിയ പോട്ടുകളൊക്കെ ആകുമ്പോൾ നമുക്ക് പ്ലാന്റ് ചീത്തയാണുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേ പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പോട്ടിൽ അയക്കാത്തതെന്ന്. പോട്ടുകളൊക്കെ ആകുമ്പോഴത്തേക്കും പോട്ടിൽ നിന്ന് പുറത്ത് ചാടാനും, ഇപ്പോൾ കൊക്കോപീറ്റിലൊക്കെയാണുള്ള പ്ലാന്റുകൾ വരുന്നത്, അപ്പോൾ പുറത്ത് ചാടി പോകാനും പ്ലാന്റുകൾ ഡാമേജ് ആവാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒത്തിരി പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് വേണം അയക്കാനായിട്ട്. പിന്നെ അതുമല്ല, നമ്മൾ ഒത്തിരി ബൾക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടും കൂടെ. പിന്നെ നമുക്ക് ഈ പോട്ടിൽ എന്തായാലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഉടനെ തന്നെ അവിടെ വരുമ്പോഴത്തേക്കും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ഈ പോട്ടിനുള്ള ഒരു പ്രാധാന്യം ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് പ്ലാന്റുകൾ അയക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ പോട്ടുകൾ മാറ്റുന്നത്. പോട്ടുകളൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കൊറിയർ ചാർജൊക്കെ ഡബിൾ വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ 3ാമത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഫേൺ കോംബോ. നമ്മൾ ഫേൺ എന്നൊക്കെ പറഞ്ഞാലും സാധാരണ ഫേൺ വെറൈറ്റി അല്ല, ട്രീ ഫേണും പിന്നെ വേറൊരു വീനസ് ഒരു ഇതും കൂടെയാണ് കേട്ടോ വരുന്നത്. അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ആസ്പ്ലേനിയം വീനസ് ആസ്പ്ലേനിയം നീദസ് വീനസ് എന്ന് പറയുന്നുണ്ട് വെറൈറ്റിയാണ്. ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയോൺ ഒരു ടച്ചാണ് കൂടുതൽ വന്നേക്കുന്നത് കേട്ടോ. ഇത്രയും ഇലകളും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റാണ്, ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാന്റാണ് കേട്ടോ ആദ്യത്തെ വെറൈറ്റി. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കോമൺ ആയിട്ടുള്ള പ്ലാന്റ് അല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഫേൺ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ട്രീ ഫേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെറൈറ്റി നല്ല ഭംഗിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒക്കെ വളർത്താൻ പറ്റുന്നത്. ഈ 2 പ്ലാന്റിനും കൂടെ 800 പ്ലസ് കൊറിയർ ആണ് വരുന്നത്. ഇതിപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ റേറ്റിലേക്ക് വരുന്നത് കേട്ടോ. 800 പ്ലസ് കൊറിയർ ആണ്, 800 പ്ലസ് കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ.
ഇപ്പോൾ 3 കോംബോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിലാഡൻഡ്രോൺ കോംബോയാണ്. നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കോംബോയാണ്. ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് വൈറ്റ് പ്രിൻസസ് ആണ്. ദാ ഇങ്ങനെ ഫുൾ പോട്ടായിട്ട് വരുന്ന ഒരു പോട്ടിൽ 2 പ്ലാന്റുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ 2 പ്ലാന്റുകൾ, പിന്നെ ചെറിയ ചെറിയ ബേബി പ്ലാന്റുകളൊക്കെ ഉണ്ട്. പിന്നെ വൈറ്റ് പ്രിൻസസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇലയിൽ ചെറിയ ചെറിയ വൈറ്റ് ഡോട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പലതിലും പല പല ഇതിലെ പല പോട്ടിലും പല ആ വേരിയേഷനൊക്കെ വരുന്നത് പല ടൈപ്പിലായിരിക്കുമല്ലോ. ചിലതിൽ കൂടുതലായിരിക്കാം, ചിലതിൽ കുറവായിരിക്കാം, ചില ലീഫിലൊക്കെ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടായിരുന്നു വരില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്റുകൾ വരുന്നത്. ചിലപ്പോൾ അടിയിലൊക്കെ ആയിരിക്കാം വേരിയേഷൻ വരുന്നത്. പിന്നീട് ആ വൈറ്റ് കളറൊക്കെ വന്നോളൂ കേട്ടോ. വൈറ്റ് പ്രിൻസസ് ആണ് ആദ്യത്തെ. ഇതാണ്ട് ഒരു പോട്ടിൽ 2 പ്ലാന്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോയാണ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മെലനോണി ഗോൾഡ് ആണ്. ഇത് നമ്മൾ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റും കൂടിയാണ്. നല്ല അടിപൊളിയായിട്ട് ഒരു പോട്ടിൽ മിക്കവാറും തന്നെ 2 പ്ലാന്റുകൾ തന്നെയായിരിക്കും കേട്ടോ. ഇങ്ങനെ 2 ഇതായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ്. ഇതൊക്കെ ഇങ്ങനെ ഇത് നിങ്ങൾക്കറിയാം ഫിലാഡൻഡ്രോൺ വെറൈറ്റി സ്റ്റിക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിരിക്കും. ഒരു നിയോൺ ടച്ചൊക്കെ വരുന്ന പ്ലാന്റുകളാണല്ലോ. അപ്പോൾ ഒരു വൈറ്റ് ഭിത്തിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ മെലനോണി ഗോൾഡ്. ഒരു പോട്ടിൽ 2 പ്ലാന്റ് ആയിരിക്കും. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സെല്ലം ഗോൾഡ് ആണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റ് ആണ്. ഇതും ഒരു പോട്ടിൽ 2 പ്ലാന്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ ഇലകൾ ഭയങ്കര സെൻസിറ്റീവ്, ഇങ്ങനെ ഭയങ്കര നമുക്ക് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നതിലുള്ള ചെറിയൊരു ഇതൊക്കെ ചിലപ്പോൾ മടക്കോ ചെറിയ ഒരു ചുളിവൊക്കെ ചിലപ്പോൾ പ്ലാന്റുകൾ ഇത് കണ്ടോ ഇങ്ങനെ ചെറിയ 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 ചുളിവുകളൊക്കെ ചെറിയ മടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത്രയും പ്ലാന്റുകളൊക്കെ വരുന്നതാണല്ലോ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതിവിടെ കണ്ട ചെറിയൊരു മടക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്. ഒരു പോട്ടിൽ 2 പ്ലാന്റ് തന്നെയായിരിക്കും. ഇത് നമ്മുടെ സെല്ലം ഗോൾഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരിക. ഇത് 3ഉം അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിലേക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ എപ്പോഴും പറയും ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഇൻഡയറക്റ്റ് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ 3 പ്ലാന്റിലും ഓരോ പോട്ടിലും 2 പ്ലാന്റ് വീതം, അങ്ങനെ മൊത്തം 6 പ്ലാന്റൊക്കെ ആക്കി കേട്ടോ. അപ്പോൾ ഈ 3 പോട്ടിനും കൂടെ 850 പ്ലസ് കൊറിയറാണ്, 850 പ്ലസ് കൊറിയറാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഏറ്റവും നല്ല കോംബോ എന്ന് തന്നെ ഞാൻ പറയും. അത്രയ്ക്ക് നല്ല കോംബോയാണ്. അധികം നമുക്ക് സ്റ്റോക്ക് ഇല്ല കേട്ടോ. ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും കിട്ടുക. വേഗത്തിൽ വരുന്ന മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അത്രയ്ക്ക് നല്ല പ്ലാന്റുകളായതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. 850 പ്ലസ് കൊറിയർ, 850 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇനി നമുക്ക് കോംബോകൾ നമ്മൾ 4 കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണിക്കാനുള്ളത് വന്നേക്കുന്ന പ്ലാന്റുകളാണ്. ഒത്തിരി പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇക്സോറ പ്ലാന്റുകളും ഒരു 3 ആഴ്ചയായിട്ട് ഇക്സോറ പ്ലാന്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്ലാന്റുകളാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് നല്ല റെഡ് കളറായിട്ട് വരുന്ന അടിപൊളിയായിട്ട് നമുക്കുള്ള പ്ലാന്റുകൾ. ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. ഫുൾ വലിയ പോട്ടുകൾ കിട്ടിയവർക്ക് എല്ലാവർക്കും ഈ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ അയക്കുന്നുണ്ട്. കിട്ടിയവർക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമാണ്. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല പ്ലാന്റുകളാന്നൊക്കെ പറഞ്ഞിട്ട് 4-5 ദിവസം കഴിഞ്ഞ് കിട്ടിയവർക്കും ഏറ്റവും ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ. അതിനുള്ളതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ വിടുക. പിന്നെ വെയിലൊക്കെ ഉള്ള സമയങ്ങളായതുകൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ നല്ല ഷെയ്ഡുള്ള സ്ഥലത്തൊക്കെ വെക്കുക. അധികം വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ലാബിലൊക്കെ വരുന്ന പ്ലാന്റുകളൊക്കെ ആണല്ലോ, ഈ പോളി ഹൗസിലൊക്കെ വരുന്ന പ്ലാന്റുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ വെയിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പൂക്കൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രം കേട്ടോ. നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. നല്ല സൂപ്പർ പ്ലാന്റ്, അടിപൊളി കളറ്. ഇനി രണ്ടാമത്തെ കളർ ഇതാണ്. 2 മിക്സ് ചെയ്ത് വരുന്ന കളർ കേട്ടോ. എന്താ പറയാ, പിങ്ക് എന്നല്ലേ ഇതിന് പറയാം അല്ലേ? പിങ്കും പിന്നെ അല്ലെങ്കിൽ നമ്മൾ റോസ് എന്നൊക്കെ പറയും. പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഇതാണ് കേട്ടോ. ഇത് ബഡ് ചെയ്തേക്കുന്നതൊന്നും അല്ല കേട്ടോ. ഒരു പോട്ടിൽ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇപ്പം അതിപ്പോൾ ഒരു ഇത് ഈ കളറാണെങ്കിൽ വേറൊരു പ്ലാന്റ് അങ്ങനെയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ബഡ് ചെയ്തേക്കുന്നതൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ക്ലിയർ ചെയ്ത് പറയുന്നത് കേട്ടോ. ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ 2 കളറുകളാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത്. നിങ്ങൾക്ക് യെല്ലോ ഒക്കെ വേണമെങ്കിൽ ഉടനെ തന്നെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി.
യെല്ലോയും പിന്നെ വേറൊരു കളറും കൂടെ യെല്ലോയാണ് പിന്നെ ഇല്ലാത്തത്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തായിരുന്നു യെല്ലോ വന്നിരുന്നത്, യെല്ലോയും റെഡും ഒക്കെ വന്നിരുന്നത്. യെല്ലോ സിംഗിൾ ആയിട്ട് എടുത്തേക്കണവരുണ്ട്. യെല്ലോ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളത്. ഇനി നമ്മൾ കുറച്ച് പ്ലാന്റുകൾ വേഗത്തിൽ തന്നെ കാണിച്ചു പോകാം കേട്ടോ. കാക്ടസ് നമുക്ക് ആദ്യം തന്നെ അഡീനിയം കാണിച്ചു പോകാം, അതിനുശേഷം ബാക്കി പ്ലാന്റുകൾ കാണിക്കാം കേട്ടോ. അഡീനിയം ഈ നമ്പറുകളാണ് കേട്ടോ വരുന്നത്. ഉള്ള പ്ലാന്റുകൾ നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്, വേഗം കാറ്റലോഗ് നോക്കിയാൽ മതി. ഇത് നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് വരുന്നത്. 1 എന്ന് പറഞ്ഞിട്ട് നമ്പറിലാണ് കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത്. ഒരു സിംഗിൾ പെറ്റലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പാകത്തിനുള്ള, ഇതൊക്കെ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഇങ്ങനത്തെയുള്ള സിംഗിൾ പെറ്റൽ കേട്ടോ. രണ്ടാമത്തെ ഇതാണ്. ഇത് നല്ല കളറാണ്. ഇതാ ഇങ്ങനെ ഉള്ളിൽ, ഇത് സിംഗിൾ പെറ്റലല്ല കേട്ടോ, മൾട്ടി പെറ്റലാണ്. ഇതാ പക്ഷെ ഇങ്ങനെ നല്ല ഭംഗിയിലൊരു ബീറ്റ്റൂട്ട് കളറും അതാ ഇങ്ങനെയായിട്ട് മിക്സ് ചെയ്ത് വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്പർ 2 പിന്നെ ഒരു അതിൻ്റെ അപ്പം നമ്മൾ കാണിച്ചതിന് സാമ്യമുള്ള സിംഗിൾ പെറ്റലല്ല എങ്കിൽ കൂടെ സിംഗിൾ പെറ്റൽ പോലെ തോന്നിക്കുന്ന ഒരു വെറൈറ്റി മൾട്ടി പെറ്റൽ തന്നെയാണ് കേട്ടോ. അതായത് നമ്പർ 3. നമ്പർ 4 ഇതാണ്. ഇത് നല്ല ഭംഗിയിൽ ഒരു ഡാർക്ക് മജന്ത ബോർഡർ, ഒരു വയലറ്റ് ഷെയ്ഡും കൂടെ വരുന്നത്. നമ്പർ 5 ഇതാണ്. അതിൻ്റെ പൂ കൊഴിഞ്ഞു പോയി. നല്ല ഭംഗിയുള്ള പ്ലാന്റ്, അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. പൂ കൊഴിഞ്ഞ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. നമ്പർ 6 ഇതാണ് കേട്ടോ. ഇത് ഒരു ഇങ്ങനെയാണ് വരുന്നത്. മൾട്ടിപ്പെറ്റൽ തന്നെയാണ്. ഒരു വൈറ്റും ഒരു പിങ്കും കൂടെ ചേർന്നിട്ടുള്ളൊരു വെറൈറ്റി. നമ്പർ 6 വലിയ പ്ലാന്റാണ്. ഇനി നമ്പർ 7 ഇതാണ്. ഒരു വൈറ്റും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി. ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല കോഡക്സ് ഒക്കെ ആയിട്ട്. നമ്പർ 8 ഇതാണ്. ഒരു ലാവൻഡറും ഒരു യെല്ലോയും ഒക്കെ കൂടെ ചേർന്നിട്ട്, ഒരു ക്രീമും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വരുന്നത് കേട്ടോ. ഇത് മൾട്ടിപ്പെറ്റൽ തന്നെയാണ്. നമ്പർ 8 ഇതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. നമ്പർ 9 വരുന്നത് ഇതാണ്. നല്ല പ്ലാന്റ്, നല്ല ബോൺസായി ഒക്കെ ആയിട്ട് വളർത്താൻ പാകത്തിന്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്. ആ പൂവും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് പൂ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പൂ വരുന്നത്. ഇനി ചെറിയ പ്ലാന്റുകൾ 160യുടെ പ്ലാന്റുകൾ. ഇത് ഒരു കളർ വരുന്നത്, മൾട്ടിപ്പെറ്റലാണ് വരുന്നത്. ഒരു കളർ വരുന്നത് ഇതാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്. ഇനി ഇതാണ്. S3 എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തതാണ്. ഇത് S1 ആദ്യം കാണിച്ച S1, S2, ഇത് S3 ഒരു വയലറ്റ് ഷെയ്ഡ് കേട്ടോ. സിംഗിൾ പെറ്റലാണ് വരുന്നത്. പക്ഷെ അടിപൊളി പ്ലാന്റ് ആണ്. ഇത് കണ്ടോ, S3 കേട്ടോ. ആ 3 കളറുകളാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അത് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അത് നോക്കിക്കോളൂ. ഇനി കാണിക്കാനുള്ളത് ഫേൻ വെറൈറ്റികളാണ്. നമ്മളുടെ ഈ ഒരു ഫേൻ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പാകത്തിന് ഫുൾ പോട്ടാണ് വരുന്നത്. ഇങ്ങനെ കേട്ടോ. ഇനി ഇത് ഫേൻ 1 എന്ന് പറഞ്ഞിട്ട് കാറ്റലോഗിൽ കൊടുത്തതാണ്. ഇപ്പം ഞാൻ കാണിച്ചത് ഫേൻ 2 ആണ്. ഇത് ഫേൻ 1 എന്ന് പറഞ്ഞിട്ട് കാറ്റലോഗിൽ കൊടുത്തതാണ് വെറൈറ്റി. ഫുൾ പോട്ടാണ് വരുന്നത്. ഈ ഫേനുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ കാറ്റും വെളിച്ചമൊക്കെ ഇങ്ങനെ അടിയിലേക്ക് കയറാത്ത കാരണം അടിയിലൊക്കെ ലീഫുകൾ കുറച്ചിങ്ങനെ ഇതായിട്ട് ഫെയ്ഡായിട്ടായിരിക്കും ഇരിക്കണായിട്ട്. അത് പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെ എല്ലാ വെറൈറ്റിയുടെ അങ്ങനെ തന്നെയായിരിക്കും. നമ്മളുടെ എന്താ പറയുക, തിക്കായിട്ടൊക്കെ വളരുന്ന നമ്മുടെ കോട്ടൺ ക്യാൻഡി ഒക്കെ ഇല്ലേ, അതിൻ്റെ അടിഭാഗം ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതങ്ങനെ ആയിരിക്കട്ടെ. തിക്കായിട്ടുള്ള പോട്ടുകളായിരിക്കുമ്പോൾ അങ്ങനെ വരും. പിന്നെ പാം വെറൈറ്റി നമ്മുടെ ബാംബു പാം. ഇങ്ങനെ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരു പോട്ടിൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ വരുന്നത്. 10ൽ മുകളിലേക്കായിരിക്കും എണ്ണം വരുന്നത് കേട്ടോ. ബാംബു പാം. ഇത് നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് ഒറ്റ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ നല്ല വലിപ്പം വെക്കും കേട്ടോ. ഈ ഒരു സ്ട്രക്ചറൊന്നും ആയിരിക്കില്ല. വലിപ്പം വെച്ചിരുമ്പോൾ നല്ലൊരു പാമ്പിൻ്റെ ആ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ അരേക്കപ്പം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇത് മണ്ണിലാണ് വന്നേക്കണേ. അപ്പോൾ മണ്ണ് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ വിടുക. ഇങ്ങനെയാണ് കേട്ടോ ഫുൾ പോട്ട് വരുന്നത്. നല്ല ഭംഗിയിൽ ഒത്തിരി പ്ലാന്റുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 20ഓളം പ്ലാന്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ നല്ല വെയിറ്റ് ആണ്. വലിയ പോട്ടിലാണ് വന്നേക്കുന്നത്. നമ്മൾ മണ്ണ് കളഞ്ഞിട്ടായിരിക്കും വിടുക കേട്ടോ. ഇത് അരക്കപ്പാമാണ്. അപ്പോൾ ആദ്യം കാണിച്ചത് ബാംബു പാം, ഇത് അരക്കപ്പം. പിന്നെ നമുക്ക് ഫിലാഡൻഡ്രോൺ വെറൈറ്റി ബെർക്കിൻ വന്നിട്ടുണ്ട്. ഫുൾ പോട്ടാണ് വരുന്നേക്കുന്നത്. നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാ പ്ലാന്റുകളും തന്നെ നല്ല സൂപ്പർ പ്ലാന്റുകളാണ്. ഇത് ഒരു പോട്ടിൽ
പോട്ടിൽ ഒരു 3 പ്ലാന്റിൽ മുകളിലേക്കായിരിക്കും. ഈ പോട്ടിൽ ഇപ്പോൾ കാണുന്നത് 6 പ്ലാന്റുകളാണ് കേട്ടോ. 1 2 3 4 5 6 പ്ലാന്റുകളാണ് കാണുന്നത്. 6 പ്ലാന്റ് ഞാൻ ഉറപ്പ് പറയുന്നില്ല, എന്തായാലും പല പോട്ടിൽ പല സൈസിലായിരിക്കുമല്ലോ. 3 പ്ലാന്റ് ഉറപ്പായിട്ടുണ്ടാവും. ഞാനിങ്ങനെ 3 പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും അതിന് മുകളിലേക്ക് തന്നെ ആയിരിക്കും. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് മിക്കവാറും വരാറ്. ഇനിയിപ്പോൾ മൂന്നിനും മുകളിലേക്ക് അങ്ങനെയായിരിക്കും കേട്ടോ വരുന്നത്. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള വെറൈറ്റി നല്ല കളറുകളൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ പ്ലാന്റ് ആണ്, ഞാൻ ഗ്യാരണ്ടി പറയണു. പിന്നെ നമുക്ക് ഇമ്പോർട്ടഡ് വെറൈറ്റി ഇനി വേറെ കാണിക്കാം. എന്നിട്ട് ജെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേർക്ക് ഇൻഡോറിലേക്കും ഇതിലൊക്കെ വെക്കാൻ പാകത്തിന് ജെയ്ഡ് ഒരു എന്താ പറയുക ലക്കി ഇതൊക്കെ ആയിട്ടൊക്കെ കരുതുന്ന കുറേ പേരുണ്ട് ജെയ്ഡ് പ്ലാന്റ്. അപ്പോൾ അതാ ജെയ്ഡ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതാ ഇങ്ങനെ ഒരു സൈസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മണ്ണിലാണ് ജെയ്ഡൊക്കെ അങ്ങനെയുള്ള ഔട്ട്ഡോർ പ്ലാന്റൊക്കെ നമുക്ക് മണ്ണിലാണ് വരുന്നത്. അപ്പോൾ മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. കൊക്കോപീറ്റിലുള്ള പ്ലാന്റുകൾ കുറച്ച് കൊക്കോപീറ്റ് വെച്ചിട്ടായിരിക്കും വിടുക. മണ്ണിലുള്ള പ്ലാന്റുകൾ മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക. കാരണം മണ്ണാവുമ്പോഴത്തേക്കും ഭയങ്കര വെയിറ്റ് ആയി. ഇതിപ്പോൾ നല്ല വെയിറ്റ് ഉള്ള പ്ലാന്റ് ആണ്. അപ്പം അത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഫൈക്കസ് വെറൈറ്റി ബോൺസായി ആയിട്ടൊക്കെ വളർത്താൻ പാകത്തിന് നല്ല വലിയ പോട്ടിൽ നല്ല വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ്. ഇതിപ്പോൾ ബോൺസായി എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചം വേണ്ട പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇൻഡോറിലേക്കൊക്കെ വെക്കുമ്പോൾ സൂക്ഷിക്കുക. ഇൻഡോറിലേക്ക് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യില്ല, കാരണം ഔട്ട്ഡോറിലേക്കാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഔട്ട്ഡോറിൽ നല്ല ലോണിൻ്റെ ഒക്കെ ഉള്ളിൽ നല്ല പോട്ടിൽ ഒരു ചെറിയ പൊക്കം കുറഞ്ഞിട്ടുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് നിറച്ച് പെബിൾസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ല സൂപ്പർ പ്ലാന്റ് ആണ്. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക കേട്ടോ. ഇൻഡോറിലേക്ക് അത്രയ്ക്ക് ഫൈക്കസ് വെറൈറ്റി ആയതുകൊണ്ട് ഇൻഡോറിലേക്ക് അധികം സ്യൂട്ടബിൾ അല്ല. ഇങ്ങനെയുള്ള പ്ലാന്റുകൾ മിക്കവാറും പറഞ്ഞു തരും ഇൻഡോറിലേക്ക് സ്യൂട്ടബിൾ ആണ്, പക്ഷേ ഇതിന് വെളിച്ചം നന്നായിട്ട് വേണ്ട പ്ലാന്റുകളാണ്. ഡയറക്റ്റ് വെളിച്ചം ഇതല്ല, വെയിൽ കൊണ്ടില്ലേലും കുഴപ്പമില്ല, ഇനി കൊണ്ടാലും എത്രയ്ക്ക് പ്രശ്നമില്ല. വെച്ച് ഉച്ചവെയിലല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോണിൻ്റെ ഒക്കെ നടുക്ക് നല്ല വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് വളർത്താൻ പാകത്തിനുള്ള ഹൈറ്റ് കുറഞ്ഞ പോട്ടുകളിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക കേട്ടോ. നല്ല ഭംഗിയാണ്, നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റാ. പിന്നെ നമുക്ക് സാൻസവേരിയ വെറൈറ്റി നമുക്ക് കുറേ വന്നിട്ടുണ്ട്, കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയത് വന്നേക്കുന്നത് നമുക്ക് മിക്കാഡോ വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ പോട്ട് വന്നേക്കുന്നത് നല്ല വെയിറ്റ് പ്ലാന്റിന്. അപ്പോൾ അതനുസരിച്ചുള്ള കൊറിയർ ചാർജും വരും കേട്ടോ. എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് വരുന്നുണ്ട്. എനിക്ക് ഒരു 3 കിലോയിൽ മുകളിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഈ പ്ലാന്റ്. പിന്നെ വരുന്നത് ഇനി 2 ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഇമ്പോർട്ടഡ് വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പീസ് ലില്ലി. അതിപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആണ്, റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ്. ഇങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. ഇതിപ്പോൾ ഈ പോട്ടിൽ 4 പൂക്കൾ കാണുന്നുണ്ട്. എന്തായാലും മിനിമം 2 പൂ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ. അടിയിലൊക്കെ വരുന്നുണ്ട്. ഇതെവിടെയൊക്കെ മുട്ടുകൾ വരുന്നുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ മുട്ടുകൾ വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, ഇങ്ങനെ ഇത്രയും വേരുകളൊക്കെയുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇൻഡോറിലേക്ക് ഏറ്റവും സൂട്ടബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ചൂസ് ചെയ്തോളൂ കേട്ടോ. പല ടൈപ്പിലാണ്, പല പ്രാവശ്യം പല ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് വരുന്നത്. ഇത് ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ്, ഇത്രയും തിക്കായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്ത്. ഇനി നമ്മുടെ അതിൽ അധികം വരാത്തൊരു പ്ലാന്റ് നമ്മുടെ പച്ചീറ പ്ലാന്റ്. ഇത് ഇമ്പോർട്ടഡ് വെറൈറ്റി തന്നെയാണ് കേട്ടോ. നല്ല കവറിലൊക്കെ ആക്കിയിട്ടൊക്കെയാണ് വന്നേക്കുന്നത്, ഇലകളൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാവും. പച്ചിറ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. മറ്റേ ഇമ്പോർട്ടൻ്റ് വെറൈറ്റി തന്നെയാണ് കേട്ടോ. പച്ചിറ പ്ലാന്റ് എന്ന് പറയും, മണി പ്ലാന്റ്. പച്ചിറ അക്വാറ്റിക് മണി പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് പറയൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ ഫിംഷേ പ്രകാരമൊക്കെ അകത്തേക്കൊക്കെ വെക്കുന്നത് നല്ലതാണ്, മണിയൊക്കെ വരും എന്നൊക്കെ ഒരു ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്കൊന്നും അറിയില്ല, എങ്കിലും അങ്ങനെയൊക്കെ കരുതുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ വീടിൻ്റെ അകത്ത് പല സ്ഥലത്ത് ഇന്ന പ്ലാന്റുകളൊക്കെ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. ലക്കി ബാമ്പു, അതാണ് മെയിനായിട്ടും എല്ലാവരും ചോദിക്കുന്ന പ്ലാന്റ്. അതുപോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് വെറൈറ്റി എന്ന് പറഞ്ഞല്ലോ, തായ്ലൻഡിൽ നിന്നൊക്കെയാണ് ഈ പ്ലാന്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ 5 ലീഫ് ഇങ്ങനെയൊക്കെയുള്ള ലീഫ് ഓരോരോ എന്താ പറയുക, വായു, അഗ്നി, ജലം, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. പേഴ്സണലി ഞാൻ വിശ്വസിക്കാത്ത ആളാണ്. പക്ഷെ അങ്ങനെ ഒത്തിരി പേര് വിശ്വസിക്കുന്നവരുണ്ട്. അവരുടെ വിശ്വാസങ്ങളെ ഒന്നും നമ്മൾ ഇത് പറയുന്നില്ല, അതൊക്കെ മാനിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകൾ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് പച്ചീറ അക്വാറ്റിക് മണി പ്ലാന്റ്, അങ്ങനെയാണ് കറക്റ്റായിട്ടൊക്കെ പറയുന്നത് കേട്ടോ. ഇത് ചൈനീസ് മണി ട്രീ അങ്ങനെയൊക്കെയാണ്.
നമ്മൾ മലേഷ്യയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഹോട്ടലിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഏറ്റവും കൂടുതൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ എന്തൊക്കെയോ എന്തോ പൂജ സാധനങ്ങളൊക്കെയാണ് അങ്ങനെയൊക്കെ കെട്ടിയേക്കുക, അങ്ങനെയൊക്കെ വെച്ച് ഒത്തിരി കണ്ടായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിങ്ങനെ മുടി പിന്നിയ പോലെ 3 പ്ലാന്റുകൾ ഇങ്ങനെ പിന്നി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ വരുമ്പോഴത്തേക്കും 3 ഇതായിട്ട് വരുന്നത്. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് കൊക്കോപീറ്റിലാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും മണ്ണിലേക്ക് മാറ്റി നടാം. നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടി മിക്സിൽ നടുക കേട്ടോ. മണ്ണും മണലും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള പോട്ടി മിക്സ്. കൊക്കോപീറ്റാണ് ചേർക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നല്ലോണം കൺട്രോൾ ചെയ്ത് മാത്രം നനയ്ക്കുക. ഇതിപ്പോൾ നമ്മളുടെ ഒരു റബ്ബറിൻ്റെ ഒക്കെ ഇല പോലെയൊക്കെ തോന്നും, റബ്ബറിൻ്റെ ഇല പഞ്ഞിയുടെ ഇലയൊക്കെ പോലെ നമുക്ക് തോന്നും. പക്ഷേ അതല്ല, ഇതിലൊരു കായൊക്കെ ഉണ്ടാവും എന്ന് പറയണു. കായ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു കായൊക്കെയാന്ന് പറയണു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇങ്ങനെ എന്താ പറയുക, പിസ്തയുടെ ഇല ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവരും തന്നെ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പാകത്തിന് ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റും കൂടെയാണ്. ഇൻഡോറിലേക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ തന്നെ പൈസ കൂടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. നമ്മൾ ഇനിയും തികഞ്ഞില്ലെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത്. ഇനിയും വേറെ പ്ലാന്റുകളുണ്ട്. ഇത്രയൊക്കെ നമുക്ക് വീഡിയോ ലെങ്തിയായിട്ട് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇനിയും പ്ലാന്റുകളുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ കാറ്റലോഗ് നോക്കിക്കോളൂ. എല്ലാ കാറ്റലോഗും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ഓർഡർ ചെയ്തോളൂ. മാക്സിമം ഈ ദിവസങ്ങളിൽ തന്നെ പ്ലാന്റുകൾ അയക്കാൻ ശ്രമിക്കുക കേട്ടോ. കുറച്ച് പ്ലാന്റുകൾ നമുക്ക് ഇതുവരെ ഉള്ളത് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഓർഡറിലൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഓർഡറിൽ എടുക്കുവാണ്. അപ്പോൾ അത് ഈ ദിവസങ്ങളിൽ തന്നെ അയക്കാൻ ശ്രമിക്കാം. ഇനി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേയിലേക്ക് ആയിരിക്കും പ്ലാന്റുകൾ അയക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.